ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു കിടു റെസിപ്പിയാണ് കേട്ടത്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതി. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. പിന്നെ ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. അപ്പോൾ ഞാനൊരു പച്ചമുളക് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദയോ കോൺഫ്ലോറോ ഗോതമ്പ് പൊടിയോ ചേർക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴിയുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അങ്ങനെ തന്നെ വേണമെന്നില്ല, നമുക്ക് സാധാരണ നമ്മൾ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കുറഞ്ഞ തീയിൽ വേണം കുക്ക് ചെയ്യാൻ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്ന് വിട്ടു പോകാനൊക്കെ സാധ്യത ഉണ്ട്. ഇതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പരന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇനി ഇത് അടച്ചു വെക്കണം എന്നില്ല, തുറന്ന് വെച്ച് തന്നെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിന് ചെറിയൊരു പൊട്ടലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ മറിച്ചിട്ട് കൊടുത്തപ്പോൾ പറ്റിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും വേണമെങ്കിൽ സെർവ് ചെയ്യുക, അതുപോലെ ഡിന്നറിന് കഴിക്കാം. സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പിന്നെ കുട്ടികൾക്ക് സ്നാക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.